കണ്ണൂരിൻ്റെ സൗഭാഗ്യങ്ങളുടെ പേരുകളിലൊന്നാണ് വാണിദാസ് എളയാവൂർ. ജൂൺ 4-ന് നവതിയുടെ നിറവിലേക്ക് എത്തുകയാണ് മലയാളിയുടെ പ്രിയ എഴുത്തുകാരൻ. പ്രഭാഷണം കൊണ്ടും എഴുത്തുകൊണ്ടും മലയാളിയെ പ്രചോദിപ്പിച്ച വാണിദാസ് എളയാവൂരിൻ്റെ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വൺ തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. അധ്യാപകൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, ആമുഖങ്ങളേറെയുണ്ട് വാണിദാസ് എളയാവൂരിന്. എം വി കൃഷ്ണൻ നമ്പ്യാരുടെയും പി വി അമ്മാളു അമ്മയുടെയും മകനായി 1935 ജൂൺ 4-നാണ് വാണിദാസ് എളയാവൂർ എന്ന തൂലികാനാമം പി വി ഗംഗാധരൻ്റെ ജനനം. ഗംഗാധരൻ വാണിദാസ് എളയാവൂരായ കഥ എഴുത്തുകാരൻ പറയുന്നതിങ്ങനെ: അന്ന് ഞാൻ ചൊവ്വ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ദിവസം സ്കൂൾ അസംബ്ലിയിൽ ഏറെ പ്രസംഗിച്ചു. പ്രസംഗത്തിന് ഏറെ അഭിനന്ദനം ലഭിച്ചു. വിദ്വാൻ കെ കെ പണിക്കർ സാർ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നീ വാണിദാസനെ പോലെ സംസാരിച്ചു. അഭിനന്ദനം. പണിക്കർ സാർ പറഞ്ഞ പേര് ഹൃദയത്തിൽ തറച്ചു. പിന്നീട് ആ പേരിനൊപ്പമായി യാത്ര. വാണിദാസ് എളയാവൂരെന്ന പേര് പിറന്ന കഥ ഇങ്ങനെ. പിന്നീട് ഉത്തര മലബാറിലെ പ്രശസ്തമായ തൂലികാനാമമായി ആ പേര് മാറി, വാണിദാസ് എളയാവൂർ. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം കണ്ണൂർ കോർജാൻ സ്കൂൾ, കൂടാളി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി 36 വർഷത്തെ അധ്യാപക ജീവിതം. തൻ്റെ മുന്നിൽ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളിൽ മാത്രം ഒതുങ്ങിയില്ല വാണിദാസിൻ്റെ വിദ്യാലയ ലോകം. എഴുതിയും പറഞ്ഞും തർക്കിച്ചും കലഹിച്ചും സർഗാത്മകതയുടെ പച്ചപ്പിൻ്റെ ലോകം അദ്ദേഹം സൃഷ്ടിച്ചു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സർക്കാർ സമിതികളിൽ അംഗമായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിൻ്റെ പാഠപുസ്തക സമിതി, സിലബസ് പരിശോധനാ സമിതി, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള നാഷണൽ കൗൺസിൽ അംഗത്വം, ഇങ്ങനെ തുടരുന്നു വാണിദാസിനെ തേടിയെത്തിയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പദവികൾ. 1985 വിശിഷ്ടാധ്യാപകനുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. വലിയൊരു ശിഷ്യസമ്പത്തിനുടമയെന്ന സൗഭാഗ്യം കൂടിയുണ്ട് വാണിദാസിന്. തീർച്ചയായും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുണ്ട് വാണിദാസ് എളയാവൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ. പക്ഷേ എന്നെപ്പോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട അധ്യാപകർക്ക് കുറേ അപരിചിതത്വം വാണിദാസിനെ കുറിച്ചുണ്ട്. പക്ഷേ അദ്ദേഹം ഈ കൂടാളി സ്കൂളിൽ 1967 മുതൽ ഏതാണ്ട് 90 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് കൂടാളി സ്കൂളിൻ്റെ ഭാഗമായിരുന്നത്. എങ്കിലും ഒരു പൂർവ്വ അധ്യാപകൻ എന്ന രീതിയിലും ലോകം അല്ലെങ്കിൽ അറിയപ്പെടുന്ന പ്രാസംഗികനും എഴുത്തുകാരനും എന്നൊക്കെ നിലയിൽ കൂടാളി സ്കൂളും ഏറെ അഭിമാനിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിലും അദ്ദേഹം നമ്മുടെ സ്കൂളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഏറെ അഭിമാനത്തോടു കൂടി കൂടാളി സ്കൂളിൻ്റെ പേര് പറയുമ്പോൾ അഭിമാനിക്കാവുന്ന കുറേ വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ടാണ് വാണിദാസിനെ നമ്മൾ അറിയുന്നത്. വാണിദാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടാളി സ്കൂളിൻ്റെ കൂടി ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടാണ് ഇപ്പോഴത്തെ അധ്യാപകരും HM എന്ന നിലയിൽ ഞാനും കരുതുന്നത്. വേറെ സന്തോഷമുണ്ട് വാണിദാസിനെ പോലുള്ള ആൾ
നമ്മുടെ ഇന്നൊരു പ്രസംഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ അടുത്ത നാളിൽ പോലും വളരെ ഗാംഭീര്യമാർന്ന ശബ്ദത്തിനുടമയാണ്. ഇപ്പോഴേ പ്രായത്തിൻ്റെ അവശത കൊണ്ട് പ്രസംഗവേദിയിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ഇന്നും കൂടാളി സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഗാംഭീര്യമായ ശബ്ദത്തിൽ അദ്ദേഹം ആ സ്കൂളിനുള്ള സ്നേഹം വെളിപ്പെടുത്താറുണ്ട്. അദ്ദേഹത്തെ പോലുള്ളൊരു മഹാവ്യക്തിയുടെ നവതി ആഘോഷം എന്ന് പറയുന്നത് നാടിൻ്റെ തന്നെ ആഘോഷമായി മാറുന്നതിൽ യാതൊരു തരത്തിലുള്ള അതിശയോക്തിയുമില്ല. ഏറെ ബഹുമാനിക്കുകയാണ് സ്കൂളും അതുപോലെ നാട്ടിലുള്ള ജനങ്ങളുമൊക്കെ അദ്ദേഹത്തെ. 2014 മയിൽപീലി പുരസ്കാരം, രചനയിൽ ഒരു അനുശീലനം എന്ന ഗ്രന്ഥത്തിന് NCERTയുടെ ദേശീയ പുരസ്കാരം തുടങ്ങി പുരസ്കാര തിളക്കങ്ങൾ ഏറെയുണ്ട് വാണിദാസ് എന്ന നാമധേയത്തിനൊപ്പം. പ്രസംഗം ഒരു കല, വടക്കൻ ഐതിഹ്യമാല, കഥ പറയുന്ന കോലത്തുനാട്, കഥകളുടെ നാട്, പ്രവാചക കഥകൾ, വിചാരമേഖല, ഇസ്ലാം, സംസ്കൃതി, ചില സൗമ്യ വിചാരങ്ങൾ, ഖുറാനിൻ്റെ മുന്നിൽ വിനയാന്വിതം തുടങ്ങി താളുകളുടെ എണ്ണം കൊണ്ടും ചെറുതും വലുതുമായ 50ഓളം പുസ്തകങ്ങളുടെ രചയിതാവാണ് വാണിദാസ്. എഴുതിയ പുസ്തകങ്ങളിൽ 15ലേറെ ഇസ്ലാമിക സാഹിത്യങ്ങളാണെന്ന പ്രത്യേകതയും എഴുത്തുകാരനെ വ്യത്യസ്തനാക്കുന്നു. മതവിശ്വാസ രംഗത്ത് പാരസ്പര്യത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും ശിഖിരങ്ങളെ അദ്ദേഹം കോർത്തിണക്കുന്നു. സാക്ഷര കേരളത്തിൽ പോലും മതവിഭാഗീയതയുടെ വിത്തുകൾ പാകാൻ ഒരുമ്പെട്ടിരിക്കുന്നവർക്ക് നേരെ ഖുറാനിൻ്റെ മാനവിക സർഗഭാവം ഉയർത്തിക്കാട്ടുന്നു അദ്ദേഹത്തിൻ്റെ ഖുറാന്റെ മുന്നിൽ വിനയാന്വിതമെന്ന രചന. വാണിദാസ് മാസ്റ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. അദ്ദേഹം കണ്ണൂരിൻ്റെ സാംസ്കാരിക മുഖമാണ്. ഒരുപാട് വർഷക്കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകൻ എന്നുള്ള നിലയിൽ ദേശീയ അധ്യാപക അവാർഡ് വാങ്ങിയ ഒരാളാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അധ്യാപകനെ കണ്ടെത്തുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സെർച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു മാതൃകാ അധ്യാപകനെ തിരഞ്ഞെടുക്കുന്ന പഴയ കാലത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അന്ന് അതൊരു ദേശീയ അധ്യാപക അവാർഡ് ജേതാവായിട്ട് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആദരം അദ്ദേഹം ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അത് ഓരോ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഭാഷ, ആ ഭാഷാശുദ്ധി അസൂയപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ എന്ന് വേണ്ട എല്ലാ മേഖലയിലും അദ്ദേഹം ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പിന്നീട് പുറകോട്ട് പോയത്. എന്നാലും ഇന്നും അദ്ദേഹം ആ ഒരു ബന്ധം നിലനിർത്തുകയും കോൺഗ്രസിന് വേണ്ടിയും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി നിലകൊള്ളുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായ താല്പര്യത്തോടു കൂടി ഇതിനൊക്കെ അഭിപ്രായം കൃത്യമായിട്ട് പറയുകയൊക്കെ തന്നെ ചെയ്യുന്നതാണ്. വടക്കൻ കേരളത്തിലെ ഐതിഹ്യ കഥകളുടെ സമാഹാരമാണ് വാണിദാസിൻ്റെ വടക്കൻ ഐതിഹ്യമാല. പറശ്ശിനിക്കടവ് മുത്തപ്പനും അറക്കൽ ഭീവിയും കതിവന്നൂർ വീരനും തലക്കൽ ചന്തുവും അവരത്തമ്പുരാനും തുടങ്ങി ദേവീദേവന്മാരും വില്ലാളി വീരന്മാരും സാധാരണ മനുഷ്യരുമൊക്കെ അണിനിരക്കുന്ന അത്ഭുത കഥകളുടെ സമാഹാരമാണ് വടക്കൻ ഐതിഹ്യമാല. ഉറച്ച രാഷ്ട്രീയമുണ്ടായിരുന്നു വാണിദാസിന്. അത് ഉറക്കെ പറയാനും മടിയേതുമില്ലായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിനൊപ്പമാണ് എന്നും വാണിദാസ് എളയാവൂർ നിലയുറപ്പിച്ചത്. ഖുറാനെ ഏറ്റവും നന്നായി ഹൃദിസ്ഥമാക്കിയ ഒരു ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത ഒരാൾ, ഒരു മതത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഒരു മതവിശ്വാസി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഖുറാൻ എന്തു പറയുന്നു, ഇതൊക്കെ അദ്ദേഹം കൃത്യമായി ആധികാരികമായി ഇസ്ലാം മതവിശ്വാസികളിൽ അവർക്ക് തന്നെ അസൂയ ഉളവാക്കുന്ന വിധത്തിൽ അത് അദ്ദേഹം ഹൃദിസ്ഥമാക്കുകയും അതിൻ്റെ പ്രചാരകനാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല, അദ്ദേഹത്തെ പോലെ ചിലർക്ക് മാത്രം കഴിയുന്നതാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് നവതി ആവുകയാണ്. മുൻപ് 84 വയസ്സ് പൂർത്തിയായപ്പോൾ നമ്മളത് അശീതി ആഘോഷിച്ചതാണ്.
ഏകദേശം 90 വയസ്സ് പിന്നിടുക എന്ന് പറയുന്നതും നമുക്ക് ഏറ്റവും വലിയ അഭിമാനത്തോടെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം ഇനിയും ഒരുപാട് വർഷക്കാലം ആരോഗ്യത്തോടെ നമ്മുടെയൊക്കെ ഇടയിൽ ഈ സാംസ്കാരിക സദസ്സിനെ ഒക്കെ നയിച്ചുകൊണ്ട് ഉണ്ടാവണം എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള നന്മകളും ആശംസകളും നേരുകയാണ് ഞാൻ. സാഹിത്യരംഗങ്ങളിൽ അടിമപ്പണി വർദ്ധിക്കുന്ന കാലത്ത് വേറിട്ട ശബ്ദമായി മുഴങ്ങുന്നു നവതിയുടെ നിറവിലും വാണിദാസ്. വടക്കൻ ഐതിഹ്യത്തിന്റെ അമരവാണിക്ക് കണ്ണൂർ വൺ കുടുംബത്തിന്റെ നവതി ആശംസകൾ. ഈ മാസം 4-ന് കണ്ണൂരിൽ വാണിദാസിന്റെ നവതി ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പ്രിയപ്പെട്ട വാണിദാസിന് ആശംസകൾ അർപ്പിക്കാൻ കണ്ണൂരിലെത്തും. വാണിദാസുമായുള്ള പ്രത്യേക അഭിമുഖം കാണാം ഇനി. വിണ്ണൂരം ഇനിയുയരേണം, പുതു സ്വപ്നങ്ങൾ ചിറകേറണം, കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ എന്നെന്നുമേ. ചുവടായി തുടങ്ങുന്നു ഇനിയും പ്രയാണങ്ങൾ, ഒരുമിച്ചു മുന്നേറി വന്നിടുവാൻ അണയാതെ തിരുനാളമീ വീടേക്കു കൈമാറി നിറയും പ്രകാശത്തിൽ എന്നെന്നുമെന്നെന്നുമേ. കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. കണ്ണൂർ വണ്ണിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സന്മാന്യനായ ഒരു അതിഥിയുണ്ട്. അത് മറ്റാരുമല്ല, മലയാളത്തിൻ്റെ മഹാപുണ്യം, മലയാളത്തിൻ്റെ വചസ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ലാത്ത ശ്രീമാൻ വാണിദാസ് എളയാവൂരാണ്. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം ജൂൺ 4-ന് നടക്കാനിരിക്കുകയാണ്. ആ സന്തോഷം കണ്ണൂർ വണ്ണിലെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. നവതിയുടെ നിറവിൽ നിൽക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൗരഭ്യം നമുക്ക് ആസ്വദിക്കാം. അതിനായി അദ്ദേഹത്തെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവാകര ബിംബത്തിനും ദിവാദീപത്തിനും തമ്മിലുള്ള അന്തരമുണ്ട് ഞാൻ മാഷയുടെ മുമ്പിലിരിക്കുമ്പോൾ എന്ന് എനിക്കറിയാം. ഓരോ വർണ്ണങ്ങളും വാക്കുകളും വാക്യങ്ങളും ശ്രദ്ധാപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അത് അങ്ങയുടെ മനസ്സിൽ അലോസരം ഉണ്ടാക്കുന്നും എനിക്കറിയാം. പക്ഷേ ഈ നവതിയുടെ നിറവിൽ നിൽക്കുമ്പോൾ അങ്ങയോടൊത്ത് ഒരു അല്പനിമിഷം ഞങ്ങളെല്ലാവരും ആസ്വദിക്കുന്നത് ഞങ്ങളുടെ സൗഭാഗ്യമായി തന്നെ കരുതുകയാണ്. ഏതാണ്ട് 2.5 വർഷക്കാലമായും തോന്നും ഇപ്പോൾ പൊതു പരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല അല്ലേ? സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയാറുണ്ട്. സ്വയം നന്നായി വരുന്നു എന്ന തോന്നൽ എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രസംഗത്തിൻ്റെ വസന്തകാലം എന്നൊക്കെ ഞാൻ കരുതി പോകുന്ന കാലത്തിന് അസ്തമയം കുറിക്കാൻ സാധിച്ചു. അതെ, ഒരു കാരണമായി, ഒരു നിമിത്തമായി എൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതിൻ്റെ ഫലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാനും 2 വാക്ക് മൊഴിയാനും കാരണമായി തീർന്നത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ തീരുമാനം ഒരു പിശകായി ധരിക്കാതിരിക്കണം. അത് എൻ്റെ ഒരു മാനസികമായ ചോദനയായി മാത്രം കണ്ട് തൃപ്തിക്കൊള്ളണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം അഭിമാനിക്കുന്നു. ഈ സ്വാഭാവികമായും ഈ സ്വരം
നന്നാകുമ്പോൾ പാട്ട് നിർത്താതെ അപസ്വരങ്ങളിലേക്ക് പോകുന്ന ഒരു കാലത്തിൻ്റെ അശനിപാതങ്ങൾ നമ്മളെ വലയം ചെയ്യുന്നു. അപ്പോൾ യുക്തമായൊരു തീരുമാനമെടുക്കാൻ ഉള്ള ആർജവം അങ്ങേക്കുണ്ടായത് ഞാൻ വിചാരിക്കുന്നു അങ്ങയുടെ ധീരമായ കാൽപ്പാടുകളിൽ നിറച്ചുവെച്ച നിലപാടുകളുടെ ഊർജമാണ് ഇങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് എനിക്കറിയാം. ശരിയല്ലേ മാഷ്? ഒരളവിൽ ശരിയെന്ന് പറയാനേ എനിക്കും തോന്നുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്മാറുകയല്ല. എൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ കാരണം ഞാനും അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ബാല്യകൗമാര യൗവന ഓർമ്മകളിൽ സ്ഫുരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങ് ആദ്യം കോർജാൻ UP സ്കൂളിലായിരുന്നു അധ്യാപനം ആരംഭിച്ചതെന്ന് തോന്നുന്നല്ലേ? അതെ. അതിന് മുമ്പ് നാമമാത്രമായി ചില വിദ്യാലയങ്ങളിൽ ഗുരുവായി പെരുമാറിയിട്ടുണ്ടെങ്കിലും കോർജാനിലാണ് വർഷങ്ങളുടെ എൻ്റെ പ്രവൃത്തി ഞാൻ കൊണ്ടുചെന്ന് പ്രദർശിപ്പിച്ചത് എന്നറിയിക്കട്ടെ. പിന്നീട് ആണ് കൂടാളി ഹൈസ്കൂളിലേക്ക് മാറുന്നതല്ലേ? അതെ. കോർജാൻ UP സ്കൂളിൽ നിന്ന് കൂടാളി സ്കൂളിലേക്കുള്ള ചുവടുമാറ്റവും അവിടെ മഹാകവി പിയുമായിട്ടുള്ള ഒരു സംഗമവും സാധ്യമായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഊഷ്മളമായ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ മാഷ്ക്ക് പറയാം? അനുഭവങ്ങളാണ് ഏറെയും. ജീവിതം തന്നെ അനുഭവങ്ങളുടെ സമാഹാരമാണ്. കടലാഴമുള്ള അനുഭവ സാക്ഷ്യങ്ങൾ അങ്ങേക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ അനുഭവങ്ങളൊക്കെ ഒരു കടുകിൽ ഒളിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. എങ്കിൽ പോലും ചില അനർഘ നിമിഷങ്ങളെ നമുക്ക് അനാവരണം ചെയ്യാതെ തരമില്ലല്ലോ. മാഷിൻ്റെ ഈ നവതിയിലേക്കുള്ള ഈ ദീപ്തമായ ഒരവസ്ഥയിൽ പോയകാല രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സാഹിത്യ പ്രവർത്തനങ്ങളിൽ പുരസ്കാരങ്ങളുടെ പെരുമഴയുണ്ടായിട്ടുണ്ട്. നിരവധി സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനപ്പുറം ഈ വസന്തകാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ അങ്ങേക്ക് ഞങ്ങളോട് തെര്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ. എൺപതാം പിറന്നാളിന് വാണിദാസ് എളയാവൂര് ഇതാ ഇത്രമാത്രം അശീതി വർഷം. അപ്പം അന്ന് ഈ പ്രകാശിതമായ പുസ്തകത്തിൽ C. രാധാകൃഷ്ണൻ, പ്രശസ്തനായ എഴുത്തുകാരൻ, അങ്ങയെക്കുറിച്ച് എഴുതിയൊരു കുറച്ച് ഏതാനും വാക്യങ്ങളുണ്ട്. ഞാനതൊന്ന് വായിച്ചോട്ടെ. പ്രിയപ്പെട്ട വാണിദാസ് എളയാവൂർ, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. കാരണം താങ്കൾ ഒരു നേരസ്ഥനും സ്നേഹസമ്പന്നനും പ്രസാദവാനും അസൂയ ഇല്ലാത്തവനുമാകുന്നു. ഞാൻ താങ്കളെ ആദരിക്കുന്നു. കാരണം താങ്കൾ ഒരു മികച്ച വാഗ്മിയും ബഹുമത പണ്ഡിതനും സംസ്കാര നിരീക്ഷകനും പ്രാദേശിക ചരിത്രകാരനുമാകുന്നു. കേരളം താങ്കളോട് കടപ്പെടുന്നു. കാരണം മറക്കാനാവാത്ത സംഭാവനകൾ താങ്കൾ നാടിനും ഭാഷയ്ക്കും നൽകിയിരിക്കുന്നു. താങ്കൾക്ക് ഞാനും കുടുംബവും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. സ്വന്തം C. രാധാകൃഷ്ണൻ. ഇങ്ങനെയാണ് അത് പറയുന്നത്. ഈ വാക്യങ്ങളിൽ ഈ പൊതുസമൂഹത്തിന് മുഴുവൻ സംസാരിക്കേണ്ടത് മുഴുവൻ അതിലടങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോഴും C. രാധാകൃഷ്ണൻ്റെ വാക്കുകൾ പഥ്യമുള്ളതായി ഹൃദ്യമായതായി അറിയിക്കുന്നു. ആറ്റിക്കുറുക്കി വാറ്റിയെടുത്ത വരികളാണ് അദ്ദേഹത്തിൻ്റേത്. ഇതാ ഒരു ചെറിയ സാധനം തപാലിൽ അയക്കുന്നേ എന്ന് ഞാൻ പറഞ്ഞ് എഴുതുകയുണ്ടായി. അതിന് അദ്ദേഹം പ്രത്യഭിവാദനം എന്നുള്ള പറഞ്ഞ വരികളാണ് അതീവ ഹൃദ്യമായ ഇതര വരികൾ. ഇത് മതി. സാധാരണ ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകം പ്രകാശിതമാക്കാൻ 500 പേരൊക്കെയുള്ള പലരും എഴുതും. പക്ഷെ അങ്ങ് എഴുതിയത് കേവലം ചെറിയ കടലാസുകളിൽ മാത്രമാണ്. അപ്പോൾ പണ്ട് പറയുന്ന നഞ്ഞന്തിന നാനാഴി എന്ന് പറഞ്ഞ പോലെ
ഒരു വാക്കിൽ ഒരു കടൽ അങ്ങ് സൂക്ഷിക്കാറുണ്ട്. മാഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ശ്വാസനിശ്വാസങ്ങളിൽ പോലും ഭാഷയുടെ ശുദ്ധിയും മധുരവും സുഗന്ധവും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. കണ്ണു നിറയാതെ നമുക്കതൊന്നും ഓർത്തെടുക്കാൻ സാധ്യമല്ല. വ്യക്തിപരമായി എൻ്റെ അനുഭവങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി സാക്ഷ്യപത്രങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കാനോ പറയാനോ ഉള്ള അവസരമല്ല. പക്ഷെ ഭാഷയെ സംബന്ധിച്ചിടത്തോളം താൻ കാൽവെച്ച കൈവെച്ച എല്ലാ ഇടങ്ങളിലും അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കാൻ നമ്മുടെ വാണിദാസ് മാഷ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കാളിദാസന് കാളി വരം കൊടുത്തതുപോലെ, ശ്രീബുദ്ധന് ബോധിവൃക്ഷത്തിൽ നിന്ന് ബോധോദയം ഉണ്ടായതുപോലെ, ശ്രീ വാണിദാസ് അളിയാവൂരിന് വാഗ്ദേവതയിൽ നിന്നും അക്ഷരത്തിൻ്റെ നിറവ് പകർന്നു നൽകിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ശ്രീ കെ നിരക്ക് ഞാനെങ്ങനെ എൻ്റെ ഹൃദയം തുറന്ന് കാട്ടേണ്ടോ എന്നെനിക്കറിയില്ല. അതീവ ഹൃദ്യം എന്ന് ഞാനും കരുതുന്നു. രാധാകൃഷ്ണൻ ഞാൻ എഴുതി ഒരു ചെറിയ സാധനം അയക്കുന്നു, എന്നോട് പൊറുക്കണം. അതിന് അദ്ദേഹം ശകാരത്തിൻ്റെ സ്വരത്തിൽ എന്നെ പ്രത്യഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞ വരികൾ അതീവ ഹൃദ്യമാണ്. ഇപ്പം 100-ലധികം ആളുകൾ ഈ പുസ്തകത്തിൽ അങ്ങയെക്കുറിച്ച് അവരുടെ അനുഭവങ്ങൾ, പ്രഗത്ഭരായ ആളുകൾ, മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സമസ്ത മേഖലകളിലും അങ്ങനെ പറയാം വിരാജിക്കുന്ന ആളുകളൊക്കെ അങ്ങയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ അനുഭവങ്ങളിലാണ്. അപ്പം ഒരു മനുഷ്യൻ ഇത്രയും വ്യക്തികളുടെ കൂടെ അവർക്ക് വളരെ പ്രചോദകമായ അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിൻ്റെ ആഴങ്ങളിൽ അഭിരമിക്കുന്ന അങ്ങയുടെ ആ ദർശന മൂല്യത്തെയാണ് ഞങ്ങൾ വണങ്ങുന്നത്. അത് ഈ മലയാളത്തിന് ലഭിച്ച പുണ്യമാണ്. എൻ്റെ ഒരു ബലമായ സംശയം, അത് അങ്ങ് കൂടുതൽ വാക്കുകളിൽ പറയണമെന്നില്ല, അങ്ങയുടെ ഭാവപ്രകടനങ്ങളിൽ നിന്ന് പോലും അതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ലഭിക്കും. ഇത്രയും മഹത്തരമായ ഒരു ജീവിതം ഈ ഭൂമിക്ക് കാഴ്ചവെച്ച, ഇപ്പോഴും അത് അഭംഗുരം തുടർന്ന് ആരോഗ്യപൂർവ്വം തുടരുന്ന ഈ ഒരു അവസ്ഥയിൽ വേണ്ട രീതിയിൽ ചില സ്ഥലങ്ങളിൽ, അത് രാഷ്ട്രീയമാവാം എന്തുമാവാം, ആ അത്രയും ബൗദ്ധിക തലങ്ങളെ നിരാകരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥ നിലവിലുണ്ടായോ എന്ന് ഞാൻ ചോദിച്ചാൽ തെറ്റല്ല. അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് ഒരു കാര്യം പരാമർശിക്കുന്നത് തെറ്റല്ല, അനിവാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അതെ, എല്ലാവരും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനയിലേക്ക് മത്സരങ്ങളിലൂടെ ആണ് കടന്നു വന്നത് എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ കടന്നുവരവിന് ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഗുജറാത്തിൽ ഗവർണറായിരുന്ന കെ വിശ്വനാഥൻ എന്നെ പുത്ര സവിശേഷമായ താല്പര്യത്തോടു കൂടി ശ്രദ്ധിക്കാറുള്ള മനുഷ്യനാണ്. കണ്ണൂരിൽ കെ വിശ്വനാഥൻ വരുന്നത് അന്നാദ്യമാണ്. ഉത്തരവാദപ്പെട്ട പ്രസിഡൻറ്റ്, സെക്രട്ടറിമാർ ആയവരിൽ 4-5 പേരെൻ്റെ വീട്ടിൽ വന്നു. അവർക്ക് എന്നെ അറിയിക്കാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്, കെ വിശ്വനാഥൻ കണ്ണൂരിൽ ആദ്യമായി വരുന്നു. പാർട്ടി പിളർന്നു നിൽക്കുന്ന കാലമാണ്. ഈ കാലത്ത് നിങ്ങൾക്ക് കെ വിശ്വനാഥനെക്കുറിച്ച് സംസാരിക്കാം എന്നറിയിച്ചപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം ഏറ്റു. ഞാൻ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം ചെയ്തു, കെ വിശ്വനാഥനെ കീർത്തിച്ചുകൊണ്ട്. എൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ വന്ന ആൾക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ പ്രസംഗത്തിൽ നിന്ന് സ്വീകരിച്ച്
വിശ്വനാഥൻ കെ വിശ്വനാഥൻ സമ്മാനിച്ചു. ആ ഒരൊറ്റ മാനദണ്ഡം വെച്ച് വിശ്വനാഥൻ എന്നെ KPCCയുടെ അംഗമായി നിയമിച്ചുകൊണ്ടുള്ള നേരിട്ടുള്ള നിയമനം അണിച്ചുകൊണ്ട ഒരു കത്ത് എനിക്ക് അയച്ചുകൊണ്ടാണ് ആ കീർത്തനം അവസാനിപ്പിച്ചത്. KPCC മെമ്പറായതിനു ശേഷം എനിക്ക് KPCCയെക്കുറിച്ച് മതിപ്പ് കുറഞ്ഞു. കാരണം അന്നൊക്കെ KPCC മെമ്പറാവുക എന്ന് പറഞ്ഞാൽ അതെ 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 അത് സത്യം. അത് മതിപ്പ് പറയാൻ കാരണം മതിപ്പ് പറയാൻ കാരണം എൻ്റെ ഒരു ചെറിയ പ്രസംഗം, നിസ്സാരമായ ഒരു ചെറിയ പ്രസംഗം മാനദണ്ഡമാക്കി എടുത്തുകൊണ്ട് കെ വിശ്വനാഥൻ എന്നെ KPCC അംഗമാക്കി. അപ്പോൾ മറ്റുള്ളവരുടെയും പ്രകൃതം ഇത് തന്നെയായി, ഫലം ഇത് തന്നെയായിരിക്കുമോ എനിക്കൊരു സംശയം. അതുകൊണ്ട് എനിക്ക് അഭിമാനപൂർവ്വം KPCCയെ സമീപിക്കാൻ സാധിച്ചു പോന്നു. ഓരോ തലമുറയ്ക്കിടയിലും സംഭവിക്കുന്ന ച്യുതിയെക്കുറിച്ചും അദ്ദേഹം ബോധവാനാണ്. അത് ഭംഗീന്തരേണ പലപ്പോഴും നമ്മളോട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. നമുക്ക് ഈ നവതി ആഘോഷവേളയിൽ അദ്ദേഹത്തിന് സമർപ്പിക്കാനുള്ളത് പ്രാർത്ഥനയാണ്. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ശതാഭിഷിക്തനാവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. അതുവരെ തീർച്ചയായും ആരോഗ്യത്തോടുകൂടി എല്ലാ സൗഭാഗ്യത്തോടും കൂടി അങ്ങേക്ക് ജീവിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൊതുവെ ഈ പുതിയ കാലത്തിൻ്റെ ചേരുവയിൽ പലപ്പോഴും അച്ഛനമ്മമാരെ നടതള്ളാൻ വരെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അങ്ങ് ഇപ്പോഴും സകുടുംബം എല്ലാ മക്കളെയും ചേർത്ത് വെച്ച്, പേരമക്കളെയും ചേർത്ത് വെച്ച് ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ തണലിൽ അവരെയൊക്കെ ഇരുത്തി ഇപ്പോഴും ഈ ജീവിതം ഇങ്ങനെ സുഖിച്ച് ആസ്വദിക്കുന്നില്ലേ? അതെൻ്റെ ഭാഗ്യം. അവരുടെയും ഭാഗ്യമാണ്, ഞങ്ങളുടെയും ഭാഗ്യമാണ്. ഇങ്ങനെ ഈ വൃക്ഷത്തണലിൽ ഞങ്ങൾക്ക് വന്നിരിക്കാനും ഇതുപോലുള്ള ആ തണലിൻ്റെ കുളിർമ ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കുമാറാകട്ടെ. ഇനിയും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്. ഈ നവതിയുടെ നിറവിൽ അങ്ങ് എത്തി നിൽക്കുമ്പോൾ കണ്ണൂർ വൺ എന്ന ഈ ചാനലിൻ്റെ ഒട്ടനവധി പ്രേക്ഷകരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനകളും ആശംസകളും ഇതോടൊപ്പം അങ്ങേ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഈ ചാനലിൻ്റെ തുടർന്നുള്ള സംപ്രേഷണങ്ങളിൽ ഇതുപോലുള്ള മഹാരഥന്മാരെ പരിചയപ്പെടുത്താനും അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കാനും സാധിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വളരെയധികം നന്ദി സർ. കണ്ണൂർ വൺ ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ട് എന്നോട് കാണിച്ച സ്നേഹാതിരേകത്തിന് ഹൃദയപൂർവകമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. പക്ഷേ ഒരു സൂക്ഷ്മമായ നോട്ടത്തിൽ, ഒരു നിശ്വാസത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം നമുക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.